എന്റെ മാമാന്റെ വീടിന്റെ പാലുകാച്ചൽ വീഡിയോ ആണ് ഇന്നത്തേത്. വീടിന്റെ പണി മുഴുവനായി കഴിയാത്തോണ്ട് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് പാലുകാച്ചൽ ചടങ്ങ് മാത്രമാണ് ഇപ്പൊ കഴിഞ്ഞത്. ഈ ചന്ദിരി എന്റെ കസിൻ ബ്രദറിന്റെ മോളാണ്. മാമയാണെങ്കിൽ കുറെ കാലമായിട്ട് എബ്രോഡ് സെറ്റിലാണ്. ഫാമിലിയിൽ ഒരു മാരേജ് ഫംഗ്ഷൻ വന്നപ്പോൾ രണ്ടാളും നാട്ടിലേക്ക് ലീവിന് വന്നതാണ്. മാരേജ് കൂടാൻ വേണ്ടി ഫാമിലിയിലുള്ള മറ്റു മെമ്പേഴ്സും നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരെയും കൂടി ഒത്തുകിട്ടിയപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഈ പാലുകാച്ചൽ. ഇതാണ് നമ്മളുടെ ഗൃഹനാഥനും ഗൃഹനാഥയും, അങ്ങനെയല്ലേ പറയാ. അതായത് എന്റെ മാമിയും ഏതൊരാളുടെയും സ്വപ്നമാണല്ലോ ഒരു വീട്. ഇവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ സാന്നിധ്യത്തില് ഇവരുടെ ആ സ്വപ്നം ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അങ്ങനെ വലതുകാലി വെച്ച് ഐശ്വര്യമായി വീട്ടിൽ കയറി. ഇനിയാണ് നമ്മുടെ പാല് കാച്ചുന്ന ചടങ്ങ്. പുതിയ അടുപ്പായതുകൊണ്ട് പാല് തിളക്കാൻ കുറച്ചധികം ടൈം എടുത്തു. പാല് കാച്ചൽ വീഡിയോ ആവുമ്പോൾ പാല് തിളച്ചു പൊന്നുന്ന വീഡിയോ വേണ്ടേ. പാല് തിളച്ചു പൊന്തുന്ന വീഡിയോ കിട്ടാൻ വേണ്ടി പാല് ഇപ്പൊ തിളക്കുമെന്നും വിചാരിച്ച് കുറെ നേരം അതിന്റെ മുന്നിൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. എന്റെ കണ്ണ് ചെറുതായി ഒന്ന് തെറ്റിയപ്പോഴേക്കും പാല് തിളക്കലും അടുപ്പത്ത് നിറക്കി വെക്കലും കഴിഞ്ഞു. ഇത്രയും നേരം നോക്കി നിന്ന ഞാനാരായി? പാല് തിളക്കുന്ന വീഡിയോ അല്ലെങ്കിലും പാല് ഞാൻ ഇളക്കുന്ന വീഡിയോ ഉണ്ട്. ഇപ്പൊ തൽക്കാലത്തിന് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പുറത്ത് പാല് കാച്ചലാണെങ്കിൽ അപ്പുറത്ത് ചായ കാച്ചലായിരുന്നു. അങ്ങനെയെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. മധുരവും കഴിച്ച് ഫുഡും കഴിച്ച് എല്ലാവരും പിരിഞ്ഞു. സ്വന്തമായിട്ടൊരു വീടില്ലാണ്ട് വിഷമിക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നല്ലൊരു വീടാവട്ടെ. വീടുള്ളവരാണെങ്കിൽ ഉള്ള വീട്ടിൽ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ കഴിയട്ടെ. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയി കാണാം. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ബായ്.